ഇന്നത്തെ ജിയോ പൊളിറ്റിക്സിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യ തന്നെയാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. ഗ്ലോബൽ ടോക്ക് ഇന്ത്യ തന്നെയാണ്. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ആസിം മുനീറിന്റെ കപ്പാസിറ്റിക്ക് പുറത്തുള്ള കാര്യമാണ് ചിന്തിച്ചത്. ഈ പെഹൽഗാം ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ഈ TRF എന്ന് പറഞ്ഞ ഈ ഒരു സംഘടനയുടെ പേര് ഉപയോഗിക്കരുതെന്ന്. അതിന്റെ കാരണം ഇപ്പൊ ഇതാ വ്യക്തമായിട്ട് വരികയാണ്. ഈ ഒരു LETയുടെ ലീഡർ പാകിസ്ഥാനിൽ എന്ന് പറയുകയാണ്. LETക്കും ഈ നടന്ന ആക്രമണത്തിനും തമ്മിൽ യാതൊരു ബന്ധമില്ല. നമ്മളുടെ ഏതോ ഒരു ചെറുകിട സംഘടന ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനെ ഞങ്ങളുടെ സംഘടന LET ഇതിനെ കണ്ടംപ്റ്റ് ചെയ്യാണ്, ഈ നടന്ന ആക്രമണത്തിനെ. എങ്ങനെയുണ്ട്? ഇതാണ് ഇതിന്റെ വിചിത്രമായിട്ടുള്ള ഒരു ഏർപ്പാടെന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഇവർ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം LET അല്ല TRF ആണ് ചെയ്തത് എന്നുള്ള നിലയിലുള്ള ഇവരാക്കി തീർക്കുകയാണ്. ഇന്റർനാഷണലി ഇവരിങ്ങനെയാണ് പോർട്രേ ചെയ്യാൻ പോകുന്നത്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഞാൻ എന്റെ വീഡിയോയിൽ ഉടനീളം പറഞ്ഞത് ഈ മീഡിയാസ് ഇങ്ങനെ പ്രൊപ്പഗൻഡ ചെയ്യരുതെന്ന്. കാരണം ഈ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള യുവതലമുറയെ കുറെ കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതുണ്ട്. ഇത് ആര് പഠിപ്പിക്കാനാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. കാരണം ഇപ്പൊ ഇതാ LET പറഞ്ഞിരിക്കുന്നത് ഇതാണ് സ്റ്റേറ്റ്മെന്റ്. ഇനിയിപ്പോ ഇവര് പറയാനിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഈ TRF എന്ന് പറഞ്ഞ സംഘടന ഞങ്ങളുമായിട്ട് ചെറിയ അലയൻസ് ഒക്കെ ഉണ്ട്. അത് ഞങ്ങളുമായിട്ട് പല സംഘടനകൾക്കും അലയൻസ് ഉണ്ട്. ആർക്ക്? LETയുമായിട്ട് പല സംഘടനകൾക്ക് അലയൻസ് ഉണ്ട്. അപ്പൊ അതിൽ TRF എന്ന് പറഞ്ഞ ഒരു സംഘടന അതിലൊരു ചെറിയ സംഘടന മാത്രമാണ്. അത് കശ്മീരിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നതാണ്. ഇൻഫാക്ട് അത് ഇന്ത്യക്കുള്ളിലാണ് പ്രവർത്തിക്കുന്നത്. അതും പാകിസ്ഥാനും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്ന് വരുത്തി തീർക്കും. ഇതാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട വിഷയം. ഇപ്പൊ നമ്മൾ വികാരപരമായിട്ട് പല വിഷയങ്ങളെയും സമീപിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ബുദ്ധിപരമായിട്ട് ചില വിഷയങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. എനിവേ അതെന്തെങ്കിലും ആയി തീരട്ടെ. അതുപോലെ എന്റെ കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ പാകിസ്ഥാൻ ഇത്രമാത്രം പേടിത്തൊണ്ടമാരാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രവൃത്തികളൊക്കെ ചെയ്യാൻ നിൽക്കുന്നത്? അതാണ് ഇപ്പൊ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. ഈ പാകിസ്ഥാൻ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇപ്പം UAE വെച്ചിട്ട് മീഡിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുമായിട്ട് നിരന്തരം UAE വെച്ചിട്ട് മീഡിയേഷൻ ചെയ്യാണ്. അത് മിഡിൽ ഈസ്റ്റില് പിന്നെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവർ ഏറ്റവും കൂടുതൽ എങ്ങനെയെങ്കിലും ഈ ഒരു പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു വിഷയം ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ കാല് പിടിക്കുകയാണ്. അതൊരു സൈഡിൽ. ഇത് മെയിൻ സ്ട്രീം മീഡിയാസിലൊന്നും വരത്തില്ല, പക്ഷെ ഇത് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. പാകിസ്ഥാൻ കാല് പിടിക്കാതെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 7 മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ഈ കരാറ് പുതുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ് ഇൻഡസ് വാലി റിവറിന്റെ വാട്ടർ സപ്ലൈ കരാറ് പുതുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാന് കൃത്യമായ നോട്ടീസ് ഇന്ത്യ അയച്ചിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാൻ അതിന് റെസ്പോണ്ട് ചെയ്തില്ല. അപ്പൊ ഇന്ത്യ പറഞ്ഞത് ഇതിനകത്തൊരു 6 ചെറുകിട റിവേഴ്സ് ഉണ്ട്, ചെറിയ റിവേഴ്സ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇൻഡസ് എന്ന് പറഞ്ഞ റിവർ, അതായത് സിന്ധു എന്ന് പറഞ്ഞ നദി ഹിമാലയത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അത് ശരിക്കും ചൈനയുടെ ടെറിട്ടറിയാണ് ആദ്യം ടച്ച് ചെയ്യുന്നത്. അപ്പൊ ചൈന ടെറിട്ടറി ടച്ച് ചെയ്ത് ചൈനയിലൂടെ കടന്ന് ഇന്ത്യയിലൂടെ ക്രോസ് ചെയ്ത് അത് പാകിസ്ഥാനിലൂടെ പോകുന്നു. ഇത് നമ്പർ 1 മനസ്സിൽ കരുതിക്കോ. ഇതിനകത്ത് 5 ഉപനദികൾ കശ്മീരിൽ നിന്നും ചേരുന്നുണ്ട്. അതായത് ഈ ഇൻഡസ് വാലി റിവർ ചൈനയിൽ നിന്നും കടന്ന് കശ്മീരിലൂടെ കയറി ഇങ്ങനെ കടന്നു വന്ന് പാകിസ്ഥാനിലോട്ട് കടന്നു പോകുന്ന സമയത്ത് കശ്മീരിൽ നിന്നും ഉത്ഭവിക്കുന്ന 5 നദികൾ ഇതിനൊപ്പം ചേരുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. കശ്മീരിൽ നിന്നും 5 നദികൾ. ഈ കശ്മീർ വേണമെന്ന് പാകിസ്ഥാൻ വിടാപ്പിടിയായിട്ട് നിൽക്കുന്നതിന്റെ മെയിൻ റീസൺ ഇതും കൂടിയാണ്. കാരണം ഈ 5 റിവറും ഇല്ല എന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ ഇല്ല. കാരണം പാകിസ്ഥാൻ അങ്ങനെ ചരിഞ്ഞു കിടക്കുകയാണ് ഈ കശ്മീരിൽ നിന്ന് താഴോട്ട്. ഈ നദി ഒഴുകി വേണം അവർക്ക് അവരുടെ സ്ഥലങ്ങളെല്ലാം പുഷ്ടിപ്പെടുത്താൻ. അപ്പൊ ഇപ്പൊ ഈ നദിയിൽ വെള്ളമില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ഓൾറെഡി തന്നെ 3 നദികൾ ഇന്ത്യയുടെ കൺട്രോളിലാണ് വെച്ചിരിക്കുന്നത്. അത് ഇന്ത്യക്ക് ആവശ്യമുണ്ട് ഈ കശ്മീരിൽ നിന്ന് വരുന്നതിൽ. അപ്പൊ അതിനകത്ത് രവി, സട്ലജ്, ബിയാസ് എന്ന് പറഞ്ഞ ഈ 3 നദികളും ഓൾറെഡി തന്നെ ഇന്ത്യയുടെ കൺട്രോളിലാണ് ഉള്ളത്. ഇതാണ് ഈ വെസ്റ്റേൺ സൈഡിൽ കിടക്കുന്ന 3 ചെറിയ റിവേഴ്സ്. ഈ 3 ചെറിയ റിവേഴ്സും ഫുൾ ആൻഡ് ഫുൾ വാട്ടർ ഇന്ത്യ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോ ഇതിലുപരിയായിട്ട് ഈ 3 നദികളിലെ ഏറ്റവും മെയിൻ ആയിട്ട് ഇൻഡസ് വാലി അതിന്റെ സ്വാഭാവികമായിട്ട് അത് ഒഴുകുന്നുണ്ട്. അതിലുപരിയായിട്ട് ജലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിവർ ഉണ്ട്. അതും കഴിഞ്ഞിട്ട് ചെനാബ് റിവർ ഉണ്ട്. ഈ ചെനാബ് റിവറും ജലം റിവറും ഇതും തന്നെ ഈ വെള്ളവും തന്നെ എല്ലാം തന്നെ ഇൻഡസ് റിവറിൽ തന്നെയാണ് ചേരുന്നത്. പക്ഷെ ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഇൻഡസിലുള്ള മെയിൻ റിവറിൽ വെച്ചിരിക്കുന്ന ഡാമിൽ നിന്നും ഇന്ത്യക്ക് 20% വെള്ളം വരുന്നത്. 80% വെള്ളവും ഈ പാകിസ്ഥാനാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ ഇതിനകത്ത് ഒരു കണ്ടീഷൻ ഉണ്ട്. ഇന്ത്യക്ക് വേണമെങ്കിൽ ജലനിരപ്പ് ഉയർത്താനോ താഴ്ത്താനോ കഴിയും. അതിനുള്ള കണ്ടീഷൻ ഉണ്ട്. അതായത് അറ്റ കൈക്ക് ചെയ്യാവുന്നതാണ്. അതേസമയം ഇപ്പൊ ഇന്ത്യ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇന്ത്യ റെഡ്യൂസ്ഡ് വാട്ടർ പോളിസിയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. റെഡ്യൂസ്ഡ് വാട്ടർ പോളിസി, ഫുൾ വാട്ടർ കട്ട് ഓഫ് ചെയ്തിട്ടില്ല. ഇപ്പോഴും ഇന്ത്യ റെഡ്യൂസ് ആണ്. ഇന്ത്യ ഫോഴ്സ്ഫുള്ളി വാട്ടർ റെഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ഈ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഇതിനകത്ത് ഒരു പ്രാക്ടിക്കാലിറ്റി ഇഷ്യൂ ഉണ്ട്. ഈ റെഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു സമ്മർ സീസണിൽ ഓക്കെയാണ്. ഇനി 2-3 മാസം കടുത്ത സമ്മറാണ്. അപ്പൊ ഈ സമ്മറിൽ മൊത്തം പാകിസ്ഥാന് ഈ ഒരു ജലം കിട്ടുന്നില്ല, വെള്ളം ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഗോതമ്പ്, അരി, അതുപോലെ തന്നെ പരുത്തി, ഈ 3 കൃഷിയും അവിടെ ഭയങ്കരമായ രീതിയിൽ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കും. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കിക്കോണം. അപ്പൊ ഇത് പാകിസ്ഥാന്റെ ഉള്ളിൽ ഓൾറെഡി തന്നെ ഈ ഒരു ഈ ഇൻഡസ് വാലിന്റെ കീഴിൽ താമസിക്കുന്ന ഈ കർഷകരെല്ലാം തന്നെ പലപ്പോഴായിട്ട് അവർ സമരത്തിലാണ്.
സിന്ധികളെല്ലാം പൂർണ്ണമായ സമരത്തിലാണ്. എപ്പോൾ ഒന്നാമത് അവിടുത്തെ കർഷകർക്ക് അവർ അർഹിക്കുന്ന വില കിട്ടുന്നില്ല. അവർ ഓൾറെഡി തന്നെ പാപ്പരായിട്ടുള്ള അവസ്ഥയിലാണ് അവിടെ കൃഷിയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതിനൊപ്പം ഈ വെള്ളവും കൂടെ ഇല്ലാന്നുണ്ടെങ്കിൽ, അതായത് അവരുടെ നിത്യജീവിതത്തിലുള്ള ഒരു പാർട്ടാണ് ഈ കൃഷി എന്ന് പറയുന്നത്. ആ കൃഷിക്ക് പോകാൻ പറ്റാതെ, ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായിട്ട് അവിടെ മാറുകയാണ്. ഇത് വീണ്ടും ഈ സിന്ധ് റീജിയനിൽ ഏറ്റവും കൂടുതൽ പ്രക്ഷോഭം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാക്കും എന്നുള്ളതാണ്. പിന്നെ പാകിസ്ഥാന്റെ വേറൊരു സൈഡ് കൂടെ ഞാൻ പറയാം. പാകിസ്ഥാന്റെ വേറൊരു സൈഡ് എന്ന് പറഞ്ഞാൽ ബലൂചിസ്ഥാൻ ഈ ഒരു അവസരം നന്നായിട്ട് ഉപയോഗിക്കും. ഇന്ത്യ പാകിസ്ഥാനെതിരെ ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കോപ്പ് കൂട്ടുന്നു എങ്കിൽ ഈ അവസരം ബലൂചിസ്ഥാൻ നന്നായിട്ട് ഉപയോഗിക്കും. അതിനുവേണ്ടി അവർ തയ്യാറെടുത്തിരിക്കുകയാണ്, അങ്ങനെ തന്നെ പറയണം. ഈ ബലൂചിസ്ഥാൻ ആർമികളുടെ അടുത്ത് തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഈ ഒരു പാക് ആർമി എങ്ങനെയാണ് ഇന്ത്യ എടുത്ത് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പോകുന്നത്? അത് കണ്ടു തന്നെ അറിയണം. ഇന്ത്യ എടുത്ത് തരണം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അവർ എപ്പോഴും ഈ പ്രോക്സികൾ അഥവാ ഈ ഒരു തീവ്രവാദികളെ ഇറക്കി വിടുന്നത്. തീവ്രവാദികളെ ഇറക്കി വിട്ട് ഇപ്പൊ ഇന്നും തീവ്രവാദ ആക്രമണം 22-ന്റെ തീവ്രവാദം കഴിഞ്ഞിട്ട് തുടരെ തീവ്രവാദികൾ കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ്, നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യക്കുള്ളിൽ. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഇന്നൊരു കൺഫ്രന്റേഷൻ നടന്നിട്ടുണ്ട്. ഡൂഡോ മൗണ്ടൻ എന്ന് പറയുന്നത് ഉധംപൂരിന്റെ അടുത്ത് ബസന്ത്കർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ഡൂഡോ മൗണ്ടൻ സ്ഥിതി ചെയ്യുന്നത്. ഈ ഡൂഡോ മൗണ്ടന്റെ മേളിൽ തീവ്രവാദികൾ തമ്പടിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അത് ഫൈൻഡ് ഔട്ട് ചെയ്ത് ഇപ്പം ആർമിയുമായിട്ട് കടുത്ത ബാറ്റിൽ നടക്കാണ്. ആ ബാറ്റിൽ ഒരു ഇന്ത്യൻ സോൾജർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ വളരെ ദുഃഖപൂർവ്വം നമ്മൾ ഓർക്കേണ്ടതാണ്. നിനക്കും എനിക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു മരണം സംഭവിച്ചിരിക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കിക്കോണം. അത് ഞാൻ മുസ്ലിം ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഹമാസിനെ പിന്തുണയ്ക്കും, അതെന്റെ സ്വാതന്ത്ര്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഇതൊക്കെ ഒന്ന് ഓർക്കണം. കാരണം ഹമാസ് ചെയ്യുന്നതും ഇതേ തീവ്രവാദ പ്രവർത്തനം തന്നെയാണ്. അതും കൂടെ ഇവിടെ ഓർക്കാതെ പോകാൻ വയ്യ. വൺ സോൾജർ ഹവിൽദാർ ജാന്തു അലി ഷെയ്ഖ്, ഈ വ്യക്തിയാണ് ജീവത്യാഗം ചെയ്തത്. അങ്ങനെ കസഖ്സ്ഥാനിലേക്ക് യാത്ര ചെയ്ത ആസിം മുനീർ ശ്വാസം അടക്കി പിടിച്ച് ഉടനെ തന്നെ തിരികെ എത്തിയിരിക്കുകയാണ്. അതായത് ഇന്ത്യയുടെ ആക്ഷൻസും കാര്യങ്ങളൊക്കെ അവർ കുറച്ച് ആശങ്കയോടെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവരെ നോ ഫ്ലൈ സോൺ അറിയിച്ചിരിക്കുകയാണ്. നോ ഫ്ലൈ സോൺ എവിടെയാണ്? ആ അറബിക്കടലിന്റെ അവരുടെ ആ പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ആ കറാച്ചിയുടെ ഈ ഒരു ഭാഗത്ത് മൊത്തം നോ ഫ്ലൈ സോൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാരണം അവിടെയാണ് INS വിക്രാന്ത് കിടക്കുന്നത്. INS വിക്രാന്ത് ഇന്നലെ തൊട്ടേ അങ്ങോട്ട് ആ ഒരു സൈഡിലേക്കാണ് മൂവ് ആയിരിക്കുന്നത്. ആ ഭാഗത്താണ് INS വിക്രാന്ത് കിടക്കുന്നത്. INS വിക്രാന്ത് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു എയർക്രാഫ്റ്റ് കരിയർ ആണ്. അത് അവിടെ പോയിന്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലുള്ള ടെൻഷനാണ്, ഹൈ ലെവൽ ടെൻഷൻ റൈസ് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലവിൽ നിൽക്കുന്നത്. പക്ഷേ സാഹചര്യങ്ങൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം പോലെ ഇന്ത്യക്ക് ഇനി ഒരു സാഹചര്യം കിട്ടിയെന്ന് വരില്ല. കാരണം ഇന്ത്യയുടെ ഇപ്പോഴത്തെ സാഹചര്യം വളരെ പോസിറ്റീവാണ്. പണ്ടത്തെ ഒരു ജിയോ പൊളിറ്റിക്കൽ സ്റ്റേച്ചർ അല്ല ഇന്നുള്ളത്. ഇന്ന് ശരിക്കും പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെ പാകിസ്ഥാൻ ബലഹീനരാണ്. നമ്മൾ എന്തെങ്കിലും ഒരു പോസിറ്റീവ് മൂവ് നടത്തുമോ എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ പാകിസ്ഥാന്റെ ഉള്ളിലുണ്ട്. അത് ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിലുണ്ട്, ഇവിടെ ബലൂചിസ്ഥാൻ ഭാഗത്തുണ്ട്, ഈവൻ സിന്ധികൾ പോലും അങ്ങനെ ചിന്തിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഫ്ഗാനിസ്ഥാൻ നമുക്ക് പൂർണ്ണ സപ്പോർട്ടാണ്. ഇനി ഇപ്പുറത്ത് നിങ്ങൾ നോക്കൂ, ഈ ബലൂചിസ്ഥാന്റെ ഇപ്പുറത്ത് കിടക്കുന്ന ഇറാനുമായിട്ട് പാകിസ്ഥാൻ ഏതാണ്ട് 5.6 ബില്യന്റെ ഒരു പൈപ്പ് ലൈൻ കരാർ ഒപ്പിട്ടിട്ട് ഇറാൻ അവരുടെ ഭാഗത്തുള്ള വർക്കൊക്കെ പണിയൊക്കെ തീർത്ത് കറക്റ്റ് ബലൂചിസ്ഥാൻ ബോർഡറിൽ കൊണ്ട് നിർത്തി വെച്ചിരിക്കുകയാണ്. കാരണം എന്താണ്? പാകിസ്ഥാൻ ആ ഒരു ബാക്കി വർക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. ഒന്നാമത് പൈസയില്ല, രണ്ടാമത് ഈ ബലൂചിസ്ഥാനിലൂടെയാണ് ഈ വർക്ക് നടക്കേണ്ടത്. അങ്ങനെ രണ്ട് കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ. അങ്ങനെ ഇറാൻ ഇവരുടെ പുറകിൽ നിരന്തരം ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് ചോദിച്ചുകൊണ്ട് നടക്കാണ്. ഇതുവരെ ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഇതിൽ ഇപ്പൊ പൈപ്പ് ലൈൻ ഇട്ട ഇറാനും ഇപ്പൊ ആ ഒരു പൈസ നഷ്ടം. ആ രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങളുടെ കിടപ്പ്. ഇനിയിപ്പം ബലൂചിസ്ഥാന്റെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇറാന്റെ ഭാഗത്തും ഇതേപോലെ ഒരു ടെറിട്ടറി ഉണ്ട്. കാരണം അവിടെ സുന്നി ഷിയ അങ്ങനത്തെ വിഷയങ്ങൾ അവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. ഇറാനും ബലൂചിസ്ഥാനുമായിട്ട് ചെറിയ വിഷയങ്ങളൊക്കെ ഇതിനെ ചൊല്ലി ഓൾറെഡി തന്നെ ഉണ്ട് അവിടെ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇറാൻ ഈ ഒരു ബലൂചിസ്ഥാന്റെ ഉള്ളിൽ കയറി ആക്രമിക്കാറുണ്ട്. അങ്ങനെ കഴിഞ്ഞ തവണ വന്ന് ആക്രമിച്ച സമയത്താണ് പാകിസ്ഥാൻ ഞങ്ങൾക്ക് സെൽഫ് റെസ്പെക്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് സ്ഥലം കാണിച്ചു തരണം, ഞങ്ങൾ 2 മിസൈൽ വിട്ടോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അമിക്കബിളി ഒരു ഫ്രണ്ട്ലി ഇറാൻ പാകിസ്ഥാൻ ഇപ്പോൾ ഉടനെ യുദ്ധം ഉണ്ടാകും എന്നുള്ള അവസ്ഥ വരെ എത്തിയതാണ്. എന്നിട്ട് അത് നോക്ക് വളരെ സ്മൂത്ത് ആയിട്ട് അത് കഴിഞ്ഞു പോയി. എങ്ങനെയാണ് കഴിഞ്ഞു പോയത്? എന്നിട്ട് ഇപ്പൊ അവർ തമ്മിൽ ഭയങ്കര ചങ്ങാതിമാരും. അതിന്റെ സംഭവം വേറൊന്നുമില്ല. പാകിസ്ഥാൻ ഇറാനോട് ചോദിച്ചു, നിങ്ങൾ എവിടെയെങ്കിലും സ്ഥലം കാണിച്ചാൽ അവിടെ ഞങ്ങൾ 2 മിസൈൽ വിട്ടോളാം. ഇറാൻ പറഞ്ഞു ഇവിടെ കുറച്ച് എംടി സ്ഥലമുണ്ട് അവിടെ വിട്ടോന്ന് പറഞ്ഞു. കാരണം ഈ ബലൂചിസ്ഥാനും ഇറാനും എതിരെ വലിയൊരു ബലൂചിസ്ഥാനും ആക്ച്വൽ ഇറാനും തമ്മിൽ വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. അവിടെ കുറച്ച് നോമാൻസ് ലാൻഡ് പോലത്തെ ഡെഡ് സ്പേസ് ഉണ്ട്. അവിടെയൊക്കെ പല രീതിയിലുള്ള ഇല്ലീഗൽ ഓയിൽ ട്രേഡിംഗ് ഒക്കെ അവിടെ നടക്കാറുണ്ട്. കാരണം ഈ ഒരു ഇറാനിൽ നിന്നുള്ള ഓയിൽ കൊണ്ടുവന്ന് വളരെ ചീപ്പായിട്ട് തുച്ഛമായ വിലയ്ക്ക് ഈ ലോറി ട്രാൻസ്പോർട്ട് നടത്തുന്ന ആൾക്കാർ അവിടെ ഒരു നോമാൻസ് ലാൻഡ് എന്ന് പറഞ്ഞ് ഇറാനും ബന്ധമില്ലാതെ പാകിസ്ഥാനും ബന്ധമില്ലാത്ത കുറച്ച് സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് വെച്ചിട്ട് ഈ ഒരു ഓയിൽ കച്ചവടമൊക്കെ അവിടെ തകൃതിയായിട്ട് നടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ ആ ഭാഗത്തോട്ട് 2 സ്ഥലം കാണിച്ചു കൊടുത്ത് അപ്പൊ പാകിസ്ഥാൻ അങ്ങോട്ട് 2 മിസൈൽ ഇട്ട് എന്നിട്ട് ഭയങ്കര വിജയാഘോഷം, കേക്ക് മുറിപ്പും കാര്യങ്ങളൊക്കെ നടത്തിയായിരുന്നു. ഇങ്ങനെയാണ് ഇവരുടെ പോരാട്ടം. ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഡൽഹിയിൽ പാകിസ്ഥാൻ കൗൺസിലേറ്റിൽ വലിയൊരു കേക്ക് മേടിച്ച് ഈ ഇന്ത്യയിൽ നടത്തിയ പഹൽഗാമിൽ നടന്ന ഈ ഒരു ആക്രമണത്തെ ആഘോഷപൂർവ്വം ഇവര് സെലിബ്രേറ്റ് ചെയ്തതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എവിടെ? പാകിസ്ഥാൻ കൗൺസിലേറ്റ് ഇന്ത്യയുടെ ഉള്ളിൽ ഡൽഹിയിൽ.
ഇത് സംഭവിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ പറയുന്നത് ഈ വെള്ളം നിങ്ങൾ നിർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ ലീഗലി മൂവ് ചെയ്യും എന്നാണ് പറയുന്നത്. ലീഗലി എവിടെ മൂവ് ചെയ്യും? ICJക്ക് മൂവ് ചെയ്യും എന്നാണ് പറയുന്നത്. ICJ എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. 1960 അയൂബ് ഖാനും ജവഹർലാൽ നെഹ്റുമാണ് ഈ ഒരു വാട്ടർ ട്രീറ്റി സൈൻ ചെയ്യുന്നത്. ഇതിനകത്ത് വേൾഡ് ബാങ്കിന്റെ ഇന്റർഫിയറൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ഇതിനകത്ത് ICJയുടെ ഇന്റർഫിയറൻസ് ഇതിനകത്ത് ഇല്ലായിരുന്നു. അപ്പൊ അതാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഇന്ത്യ ആയാലും ശരി, ഈ ഒരു ഇൻഡസ് വാലി ട്രീറ്റി ICJ റെഫർ ചെയ്ത ഒരു പദ്ധതി അല്ല. അതും പോയിട്ട് നമ്മൾ ICJക്ക് ഒബേ ചെയ്യണം എന്നുള്ള നിയമമില്ല, കാരണം നമ്മൾ ICJയുടെ ഭാഗമല്ല. അതാണ് നമ്മൾ ഇതിനകത്ത് ഒരു വിഷയം ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഈ പൊട്ടന്മാരിങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, പാകിസ്ഥാനികൾക്ക് ഒന്നാമത് വിവരമില്ല. അതവർ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ആവർത്തിച്ച്. ഇന്റർനാഷണൽ ഫോറംസിലെല്ലാം ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്റർനാഷണൽ ഫോറംസിൽ നിങ്ങൾ പോയി സംസാരിച്ചോ? നിങ്ങൾ യുണൈറ്റഡ് നേഷൻസിൽ കോര കശ്മീരിന്റെ ആർട്ടിക്കിൾ 370 കുറിച്ച് പറഞ്ഞാണല്ലോ, ആരെങ്കിലും കേട്ടോ? ആരും കേട്ടില്ല. അതേ അവസ്ഥ തന്നെ വരും. അതാദ്യം മനസ്സിലാക്കുക. കാരണം ഇന്ന് ഇന്ത്യയിൽ നടന്ന ഒരു ആക്രമണം, ഇന്ത്യ ഇതിനെ നല്ല രീതിയിൽ ഇന്റർനാഷണൽ ഫോറംസിൽ രജിസ്റ്റർ ചെയ്യപ്പെടേണ്ടതുണ്ട്. അത് ഇന്ത്യ വൃത്തിയായിട്ട് ചെയ്യണം. അത് ചെയ്യേണ്ടതുണ്ട്. അത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് അതിന്റെ പണിയൊക്കെ നോക്കിക്കോളും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ICJക്ക് പോയാൽ തന്നെയും ഇതിനകത്ത് 3 സ്റ്റേജ് മെക്കാനിസം ആണ് വരുന്നത്. ഈ 3 സ്റ്റേജ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്റ്റേജിൽ PIC എന്ന് പറയും. ഈ PIC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമനന്റ് ഇൻഡസ് കമ്മീഷൻ. ഈ പെർമനന്റ് ഇൻഡസ് കമ്മീഷനിൽ പ്രാഥമികമായിട്ടുള്ള ചർച്ചയാണ് അവിടെ നടക്കുന്നത്. ആ ചർച്ചയിൽ എന്തെങ്കിലുമൊക്കെ നീക്കുപോക്കുകൾ നടത്താൻ പറ്റുമോ എന്നാണ് ആദ്യം നോക്കുക. നമ്മൾ വെള്ളം നിർത്തി വെച്ചിരിക്കുകയാണ് ഇപ്പം, എന്നിട്ടാണ് ഈ കമ്മീഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മൾ നിർത്തുന്ന സമയം തൊട്ട് പാകിസ്ഥാനിൽ വെള്ളമില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ വേണം ഇതിനെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മളിപ്പോ സ്റ്റേജ് 1 PICയിൽ എത്തും. ആ കമ്മീഷനിൽ ഇപ്പൊ ഇന്ത്യ ആയാലും പാകിസ്ഥാൻ ആയാലും ശരി, അവിടെ ഡിസ്കസ് ചെയ്ത് തീർക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ തീർക്കാൻ പറ്റത്തില്ല. അപ്പൊ അത് ബൈ ഡിഫോൾട്ട് സ്കിപ്പ് ആവും. പാകിസ്ഥാനാണ് ആവശ്യക്കാർ, അപ്പൊ അതുകൊണ്ട് ഇന്ത്യ അത് സ്കിപ്പ് ചെയ്യും. അതാണ് അവിടെ സംഭവിക്കുക. ഇതിന്റെ രണ്ടാമത്തെ സ്റ്റേജിൽ വേൾഡ് ബാങ്ക് ഇടപെടും. കാരണം വേൾഡ് ബാങ്ക് ആണ് ഇതിന്റെ മിഡിലിൽ നിന്നിട്ട് ഈ ഒരു ട്രീറ്റ് സൈൻ ചെയ്ത് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയത്. കാരണം ഈ ഡാം പണിയുന്ന സമയത്ത് ഇതിന്റെ ഇലക്ട്രിക് പ്രോജക്റ്റും കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ലോൺ വേണമായിരുന്നു. അപ്പൊ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള തർക്കത്തിനെ തുടർന്ന് വേൾഡ് ബാങ്ക് ഇത് തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിലാണ് നമ്മൾ ട്രീറ്റി ഒക്കെ ഉണ്ടാക്കി ഒരു എഗ്രിമെന്റ് ഒക്കെ തയ്യാറാക്കിയിട്ട് വേൾഡ് ബാങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഇതിനകത്ത് ഫണ്ട് വേൾഡ് ബാങ്ക് ഇറക്കാൻ തയ്യാറായത് തന്നെ. അപ്പൊ അങ്ങനെ വേൾഡ് ബാങ്കിന്റെ ഇൻവോൾവ്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ വേൾഡ് ബാങ്ക് ഒരാളെ റെപ്രസെന്റ് ചെയ്യും. ശരിയാണ്. വേൾഡ് ബാങ്കിലും നടക്കുന്നില്ല എന്നുള്ള പക്ഷത്തിൽ ഇപ്പൊ വേൾഡ് ബാങ്കിന് നമ്മൾ ഒബേ ചെയ്യണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. കാരണം ഇപ്പൊ വേൾഡ് ബാങ്കുമായിട്ട് അതിനകത്ത് കടവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതിനകത്ത് വലിയ റോളൊന്നും വരാൻ സാധ്യതയില്ല. ജസ്റ്റ് ഒരു മീഡിയേഷൻ എന്നുള്ള നിലയിൽ വേണമെങ്കിൽ ചർച്ച നടത്തി നോക്കാം. പിന്നെ വരുന്നതാണ് PCA, പെർമനന്റ് കോർട്ട് ആർബിട്രേഷൻ. ഇതാണ് ഇപ്പൊ ഇതിനകത്ത് മൂന്നാമത് വരാൻ പോകുന്നത്. ഈ മൂന്നാമത് ഇങ്ങനെ ഒരു സംഗതി വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ലീഗൽ ടേംസ് ആണ് കേട്ടോ. പഠിക്കുന്ന കുട്ടികൾ ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് നോക്കുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ച് UPSC പോലത്തെ പരീക്ഷകൾ, PSC പോലത്തെ പരീക്ഷകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ഇതൊക്കെ കൃത്യമായി നോട്ട് ചെയ്ത് എടുക്കുന്നത് നന്നായിരിക്കും. മൂന്നാമത് വരുന്നതാണ് പെർമനന്റ് കോർട്ട് ആർബിട്രേഷൻ. പെർമനന്റ് കോർട്ട് ആർബിട്രേഷൻ ഇന്ത്യ ഒബേ ചെയ്യണം നിർബന്ധമില്ല. കാരണം നമ്മൾ ICJയുടെ പാർട്ടൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിഷയത്തിലും തന്നെ ലീഗലായിട്ട് ഇഷ്യൂ കൊണ്ടുവരാൻ പറ്റില്ല. ഇനിയിപ്പോ ഇന്ത്യ എന്താണ് ചെയ്തിരിക്കുന്നത്? വെള്ളം കട്ട് ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. വെള്ളം ഇന്ത്യ റെഡ്യൂസ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. അത് ആർട്ടിക്കിൾ 3, ഈ ഒരു ഇൻഡസ് വാലി ട്രീറ്റിയുടെ ആർട്ടിക്കിൾ 3 പ്രൊവിഷൻ അനുസരിച്ച് ഇന്ത്യക്ക് വെള്ളം കുറയ്ക്കാനുള്ള പെർമിഷൻ ഉണ്ട്. ആർട്ടിക്കിൾ 3 പറയുന്നത് ഇന്ത്യക്ക് അതിന്റെ റൈറ്റ്സ് ഉണ്ടെന്ന് തന്നെയാണ്. പിന്നെ ഇതിനകത്ത് മൊത്തത്തിൽ പറയുന്നത് ഒരു രാജ്യം മാത്രമായിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ അത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇന്ന് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ട് തന്നെ പല ഫോറംസിനും മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ലീഗലി ഇന്ത്യ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിഷയമാണ് ഇന്ത്യ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം ഇന്ത്യക്ക് എല്ലാ കാലത്തും ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തൊരു പ്രശ്നമുള്ളത് വിന്ററിലാണ്. വിന്ററിൽ ഇന്ത്യക്ക് ഇത് ഒരു രീതിയിലും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് നാച്ചറാണ്. ഇത് റിവർ എന്ന് പറയുന്നത് നാച്ചറാണ്. അപ്പൊ അതെന്ത് ചെയ്യും? വിന്ററിൽ അത് കരകവിഞ്ഞ് ഒഴുകും. അങ്ങനെ ഒഴുകുന്ന സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഇതെന്ന് പറയുന്നത് ഒരു 3-4 മാസത്തെ ഈ ഒരു സമ്മറിലേക്കുള്ള സ്ട്രാറ്റജി മാത്രമാണ്. അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. വിന്റർ സീസണിൽ അത് തുരുതുരാങ്ങ് ഒഴുകുകയാണ് ചെയ്യുന്നത്. അതിനെ തടഞ്ഞു നിർത്താനും കഴിയില്ല. നമുക്കത് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുവന്ന് മറ്റുള്ള ഡാമുകളിൽ ശേഖരിച്ച് വെക്കാനും പറ്റത്തില്ല. കാരണം ആ സമയത്ത് ഇന്ത്യയിൽ തന്നെ പല ഡാമുകളും നിറഞ്ഞൊഴുകുന്ന സമയമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനെ പെർമനന്റ് ആയിട്ട് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടാക്കി അറബിക്കടലിലേക്ക് പോകുന്ന രീതിയിലുള്ള മാർഗം നമ്മൾ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി കൊണ്ട് വിജയിക്കാൻ കഴിയൂ. ഇതാദ്യം മനസ്സിലാക്കിക്കോ. റിമാർക്കബിൾ ആയിട്ട് വലിയൊരു സംഭവമായിട്ട് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാണ്ട് പല മാധ്യമങ്ങളും ഇത് ഇന്ത്യ ഭയങ്കരമായ ഡിസിഷൻ എടുത്തതുപോലെയൊക്കെ പൊക്കി സംസാരിക്കുന്നുണ്ട്. ഇത് നല്ല ഡിസിഷൻ തന്നെയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. ടൈംലി ഡിസിഷൻ ആണ്, ഇല്ല എന്നില്ല. പക്ഷെ അതിപ്പോ സമ്മർ ആയതുകൊണ്ട് നമുക്ക് ഓക്കെയാണ്. വിന്ററിൽ ഇത് ആപ്ലിക്കബിൾ അല്ല. അത് ആദ്യം മനസ്സിലാക്കിക്കോണം. ഇത് വലിയ ഭീകരമായ സംഭവം എന്നല്ല. അത് ഇനി എത്ര നിർത്തി വെച്ചാലും കുറച്ച് വെള്ളം അത് പൊക്കിക്കൊണ്ട് തന്നെ ഇരിക്കും. പിന്നെ ഇത് കഴിഞ്ഞാൽ പാകിസ്ഥാന് പോകാൻ പറ്റുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ 1969 വിയന്ന കമ്മീഷൻ പ്രകാരം പാകിസ്ഥാന് പോകാം. പക്ഷേ 1969 വിയന്ന കമ്മീഷനിൽ ഇന്ത്യ ഒപ്പുവെച്ചിട്ടില്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ വാട്ടർ ട്രീറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിയന്ന കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചിട്ടില്ല.
അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. വെക്കാം എന്ന് പറഞ്ഞാൽ നീട്ടി കൊണ്ടുപോവുകയാണ് ചെയ്തത്. അതായത് LOCയുമായിട്ട്, ലൈൻ ഓഫ് കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ സൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വാട്ടർ ട്രീറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുമായിട്ട് ഒരു വിയന്ന കരാർ ഒപ്പുവെക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ പല തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയായിരുന്നു. പക്ഷേ ഇന്ത്യ അത് ഒപ്പുവെച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവിടെയും ഈ ഒരു വാട്ടർ ട്രീറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ല ലീഗൽ ഫോമിൽ. പിന്നെ പാകിസ്ഥാൻ പറയുന്നത് വേറെ ഒന്നുമില്ല, ഇന്ന് പാകിസ്ഥാന്റെ ഉള്ളിൽ നിന്നൊക്കെ അതിഭീകരമായ രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾ ഡാം പൊട്ടിച്ച് വെള്ളം എടുക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് അവർ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത്, ഡാം പൊട്ടിച്ച് വെള്ളം എടുക്കുന്നൊക്കെ. അതൊക്കെ നടന്നു തന്നെ. ഡാം പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ യുദ്ധമാണല്ലോ, ഡയറക്റ്റ് യുദ്ധം. അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. മെഡിക്കൽ വിസ, സാർക്ക് വിസ, അതേപോലെ ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്ലോമാറ്റ്സുകൾക്ക് വിസ, ഇതൊന്നും ഇപ്പം ഇന്ത്യ കൊടുക്കുന്നില്ല, എല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ വാഗാ ബോർഡർ, അറ്റാരി ബോർഡർ രണ്ടും തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഈ വാഗാ ബോർഡറിലുള്ള സല്യൂട്ട് അടിയില്ലേ, അത് നിർത്തണം. എന്തിനാണ് യുവമാരുടെ കൂടെ പോയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്? അതിന്റെ കാരണം എന്താണ് ഇരിക്കുന്നത്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ ഈ ഒരു സല്യൂട്ട് അടി കാണാൻ വരുന്നുണ്ട്, ഇല്ലാന്നില്ല. പക്ഷെ അതിന്റെ കൂടെ ഈ പാകിസ്ഥാന്റെ സല്യൂട്ട് അടിയും കൂടെ കാണിക്കുന്നത് എന്തിനാണ്? അതിന്റെ ആവശ്യമേ ഇല്ല. അവന്മാരെ നിർത്തി ആ കടയൊക്കെ പൂട്ടിയിട്ട് അങ്ങനെ അഥവാ സല്യൂട്ട് അടിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ത്യക്കുള്ളിൽ വേറൊരു ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടാക്കുക. ഇന്ത്യക്കുള്ളിൽ സ്ഥലമില്ലേ സല്യൂട്ട് അടിക്കാൻ? എത്രയോ സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ ഉണ്ടാക്കാമല്ലോ. എന്തിന് ഈ ബോർഡറിൽ ഈ വക കോമാളിത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നത് യുവമാരുടെ കൂടെ ചേർന്നിട്ട്? അതിന്റെ ആവശ്യമില്ല. ഇതൊക്കെ നിർത്തണം. ഇതൊക്കെ നിർത്തേണ്ട കാലം പണ്ടേ അതിക്രമിച്ചിരിക്കുന്നതാണ്. വാഗാ ബോർഡർ ഇനി ഓർമ്മയായിരിക്കണം. ആ കഥ അങ്ങ് പെർമനന്റ് ആയിട്ട് പൂട്ടുക, അതാണ് വേണ്ടത്. ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഭാഗത്താണ് ആർമിക്കും നേവിക്കെല്ലാം ഹൈ അലർട്ട് കൊടുത്തിരിക്കുകയാണ്. അതായത് ഏത് നേരത്തും എന്തും സംഭവിക്കാം, എല്ലാ ഇൻസ്ട്രക്ഷൻസിനും തയ്യാറായിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ കശ്മീരിന്റെ ഉള്ളിൽ ബോർഡർ മേഖലയിൽ ഈ നല്ല രീതിയിലുള്ള കൺഫ്രന്റേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരുപാട് മേഖലയിൽ നുഴഞ്ഞുകയറ്റക്കാരൻ നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ 28 പേരെ ആക്രമിച്ച ആ ആൾക്കാരെയും തെരഞ്ഞു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേതാണ്ട് 2 പേരെ വധിച്ചു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ കൺഫേം ആയിട്ടുള്ള വാർത്ത പുറത്ത് വന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത് ആഡ് ചെയ്യാത്തത്. മറ്റുള്ള വിഷയങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ചൈന ഈ താരിഫ് വാറുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുമായിട്ട് ചർച്ച നടത്താൻ തയ്യാറല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയാണ് ഫസ്റ്റ് താരിഫ് അപ്ലൈ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് അമേരിക്ക ആദ്യം പിൻവലിക്കട്ടെ, എന്നിട്ട് സംസാരിക്കാം എന്നാണ് ചൈന പറഞ്ഞിരിക്കുന്നത്. ചൈനയുടെ നിലപാട് ഇതാണ്, അത് അവർ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇതിനുപരിയായിട്ട് ഉക്രൈനിലെ സെലൻസ്കി നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മിനറൽ ഡീലുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് സൈൻ ചെയ്യേണ്ടതാണ്. ഡൊണാൾഡ് ട്രംപ് സെലൻസ്കിക്ക് ഒരു ലാസ്റ്റ് ചാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്നും സെലൻസ്കി ജെപ്പറ്റൈസ് ചെയ്തിരിക്കുകയാണെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതായത് വിഷയം വേറെ ഒന്നുമില്ല, സെലൻസ്കി ഇന്ന് ഒപ്പിടാൻ വന്നില്ല. അതാണ് എന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയം. അപ്പൊ അതായത് യൂറോപ്യൻ യൂണിയൻ ആയാലും ശരി, UK, ഫ്രാൻസ്, ഇവരൊക്കെ ചേർന്ന് അമേരിക്ക ഈ ഒരു അവസരം മുതലാക്കി മാക്സിമം ഏത് രീതിയിൽ പ്രഷർ ഇടാൻ പറ്റുമോ ആ രീതിയിൽ പ്രഷർ ഇടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയൻ സൈലന്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ് അവർ. കാര്യങ്ങളൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അവർ കൂട്ടം കൂടി മുൻകൂട്ടി തന്നെ തീരുമാനിച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു റെസ്പോൺസ് ഒന്നും കൊടുത്തിട്ടില്ല യൂറോപ്പിന്റെ ഭാഗത്തുനിന്നോ ഫ്രാൻസിന്റെ ഭാഗത്തുനിന്നോ UK ഭാഗത്തുനിന്നോ. ഇതിന് സ്റ്റേറ്റ്മെന്റുകളൊന്നും വന്നിട്ടില്ല. പക്ഷെ ഇതാണ് സംഭവം. അപ്പൊ റഷ്യ കടുത്ത ആക്രമണം ഉക്രൈന്റെ ഉള്ളിൽ നടത്തുകയാണ്. ഇന്നലെ ഏതാണ്ട് 35-ലധികം കാഷ്വാലിറ്റീസ് ഉണ്ടായെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ രീതിയിൽ കടുത്ത ആക്രമണം നടത്തുകയാണ്. അതേപോലെ ഉക്രൈനും തിരിച്ചടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഒരു സൈഡിൽ റഷ്യ ഉക്രൈനിൽ നടക്കുകയാണ്. ഇനി ഇതിലപ്പുറമായിട്ട് നമ്മൾ അമേരിക്കയിൽ നോക്കിക്കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് ഇംപ്ലിമെന്റ് ചെയ്ത പോളിസികളിലെല്ലാം വെച്ചിട്ട് ഈ താരിഫുമായിട്ട് ബന്ധപ്പെട്ടാണ് ഡൊണാൾഡ് ട്രംപ് കുറച്ച് ആശങ്കപ്പെടുന്നത്. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട് അത് പൊതുജനങ്ങളെ ഏറ്റവും കൂടുതൽ അത് ബാധിക്കുന്നത് കൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി കുറച്ച് അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ട്. അതായത് ഈ ട്രംപ് ഇംപ്ലിമെന്റ് ചെയ്ത എക്സിക്യൂട്ടീവ് ഓർഡറുകളിൽ തന്നെ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ആയിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു താരിഫ്. ഇത്തവണ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുന്നുവെങ്കിൽ ചൈന ഒരു പരിധിവരെ അതിൽ നിന്നും ഇത്തിരി ഡിറ്റാച്ച് ചെയ്ത് നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇൻഡയറക്റ്റ് ആയിട്ട് വല്ല ഹെൽപ്പ് ചെയ്യുമായിരിക്കാം. പക്ഷേ ഡയറക്റ്റ് ആയിട്ട് ഒരു രീതിയിലും ഇന്ത്യയെ കൺഫ്രണ്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റുകളും വരാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ചൈന ഇപ്പൊ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം, അമേരിക്ക എന്ന് പറഞ്ഞ ഒരു വൻ ശക്തിയുമായിട്ട് ചൈന നിരന്തരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് താരിഫ് വാറിലൂടെ. അപ്പൊ അത് വ്യാപാര യുദ്ധമായി മാറിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ അവർക്ക് ഒരു നിർണായക മാർക്കറ്റായി മാറണം എന്ന് ചൈന ആഗ്രഹിക്കുന്നുണ്ട്. പാകിസ്ഥാനെ അടിച്ചൊതുക്കാൻ കിട്ടിയ ഒരു സ്വർണ്ണ അവസരം. ഇത്തവണ നമ്മളൊരു ആക്ഷൻ പ്ലാൻ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഷോർട്ട് ടൈമിൽ തന്നെ അവരെ ഒതുക്കാൻ പറ്റും. അങ്ങനെ ഒതുക്കുന്നെങ്കിൽ ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒരു 2-3 വീക്സ് അല്ലെങ്കിൽ ഒരു 1 മന്തിലേക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാഞ്ചാട്ടം ഉണ്ടാവുമായിരിക്കും. പക്ഷെ നമ്മൾ ഒൺസ് അടിച്ച് നമ്മൾ വിജയിക്കുന്നു, നമ്മൾ സക്സസ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പിന്നീട് നമുക്ക് അതേപോലെ തന്നെ ക്ലച്ച് പിടിച്ച് കയറാൻ പറ്റും. പിന്നെ ഇവന്റെ ശല്യം ഉണ്ടാവത്തില്ല ഈ പാകിസ്ഥാനിയുടെ. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ ചിന്തിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ എല്ലാ കാലത്തും ഈ ഒരു പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരുത്തൻ നമ്മുടെ തലമേലിൽ ഇരുന്ന് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് വല്ലാത്തൊരു ദുരന്തമായിട്ടുള്ള അവസ്ഥയാണ്. ഈ കശ്മീർ പോലത്തെ സ്റ്റേറ്റിലൊക്കെ എത്രമാത്രം ടൂറിസം ഡെവലപ്പ് ചെയ്ത് വന്ന ഒരു സാഹചര്യത്തിലാണ് യുവമാർ ഇങ്ങനെ അതിനെ തുലയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങി വന്നത്. ഇന്ത്യ ഇതിനെ ശക്തമായ രീതിയിൽ റിട്ടാലിയേറ്റ് ചെയ്യണം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.